കേരളത്തിലെ 24 വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ബഫർ സോൺ വേണമെന്ന രീതിയിൽ ഗവൺമെൻറ് ശുപാർശ ചെയ്യുകയും സുപ്രീം കോടതി അതിന്മേൽ ഒരു നിർദ്ദേശം എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കൊടുക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിലാണ് ബഫർ സോൺ എന്ന് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ചർച്ചാ വിഷയമായത്. പ്രഥമ ദൃഷ്ടിയ ഒരു സംരക്ഷിത മേഖല വേണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും, വലിയ പ്രശ്നമില്ലല്ലോ എന്ന്. പക്ഷേ അതുണ്ടാക്കുന്ന രൂക്ഷമായ സാമൂഹിക പ്രതിസന്ധി ഭയാനകമാണ്. ഏറ്റവും നല്ല ഉദാഹരണം നെയ്യാർ പേപ്പാറ വനത്തിൻ്റെ കാര്യം മാത്രമാണ്. ഇതിൻ്റെ ആകെയുള്ള വിസ്തീർണം 124 സ്ക്വയർ കിലോമീറ്ററാണ്. ബഫർ സോൺ വന്നു കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം 72 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വനത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ആളുകളെ കുടിയൊഴിപ്പിക്കുന്നില്ല എന്ന് വനം വകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഇതൊരു അപ്രഖ്യാപിതമായ കുടിയൊഴിപ്പിക്കലാണ്. കാരണം എല്ലാവിധമായ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് വനം വകുപ്പ് റവന്യൂ ഭൂമി കയ്യേറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 4000-ഓളം വീടുകളും 25,000-ഓളം ജനങ്ങളും താമസിക്കുന്ന ഈ അമ്പൂരി പഞ്ചായത്തിനെ വളരെ രൂക്ഷമായിട്ടാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അമ്പൂരി പഞ്ചായത്തിലെ മായം വാർഡ് പൂർണ്ണമായും ബഫർ സോൺ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൊടുമല വാർഡ് അതിൻ്റെ കുറേ ഭാഗങ്ങൾ റവന്യൂ ഭൂമി ഉള്ളതും മനുഷ്യവാസ മേഖലയുമാണ്. അത് വനം വകുപ്പ് വനമായിട്ടാണ് അവർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഏരിയൽ സർവേ ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായും വനം ആയിട്ടവർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ബഫർ സോൺ എന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ വനം, വന്യജീവി ഈ രണ്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വനത്തിന് അപ്പുറത്തേക്ക് ഒരു റിസർവ്ഡ് ഏരിയ വേണം എന്നിപ്പോൾ വനം വകുപ്പും ഗവൺമെൻറ്റും ആവശ്യപ്പെടുന്നത്. ശരിക്കും വനം തന്നെ ദേശീയ ശരാശരിയേക്കാൾ 10.5% കേരളത്തിൽ വനം കൂടുതലാണ്. നമ്മുടെ കേരളത്തിൻ്റെ മൊത്ത വിസ്തീർണത്തിൻ്റെ 30% വനം തന്നെയാണ്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പം കേരളം മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വര പോലാണ് ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഒരു പ്രദേശം മൊത്തം തന്നെ, ഒരു സൈഡ് മൊത്തം തന്നെ കടലാണ്. അപ്പോൾ കടലൊരു വശത്ത് നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നു, വനം ഒരു സൈഡിൽ, പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, മല ഇടിച്ചിലും മറ്റും. അത് മധ്യഭാഗത്ത് ആലപ്പുഴയും കുട്ടനാടും എല്ലാം കായലിൽ മുങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഈ ബഫർ സോൺ വനത്തെ അല്ലെങ്കിൽ വന്യജീവിയെ സംരക്ഷിക്കാൻ വേണ്ടി ബഫർ സോൺ എന്ന പേരിൽ ജനവാസ മേഖലയിൽ 1 കിലോമീറ്റർ ദൂരം റിസർവ്ഡ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ജനങ്ങൾ കാലക്രമേണ ഇവിടുന്ന് നിർബന്ധിതരാകും. ഒരു സമ്മർദ്ദം ചെലുത്തി പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സ്ഥലവാസികൾ എത്തിച്ചേരും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, ഒരുപാട് നിരോധനങ്ങളുണ്ട്. നിയന്ത്രണങ്ങൾ നമുക്ക് പുതിയ റോഡ് വെട്ടാൻ പറ്റത്തില്ല, ഇലക്ട്രിക് ലൈൻ വലിക്കാൻ പറ്റത്തില്ല, പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ കാർഷിക മേഖലയിലാണെങ്കിൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, നമ്മളൊരു വാഴ നട്ടു, ഒരു വീടിന് ആവശ്യമായ വാഴ കൃഷി മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഒരു 5 സെൻറ്റിൽ വാഴ നട്ട് കഴിഞ്ഞാൽ 100 മൂട് വാഴയുണ്ടെങ്കിൽ ഈ വാഴക്കുല നമ്മൾ എന്ത് ചെയ്യും? എത്ര നമ്മൾ കഴിക്കും? റബ്ബർ നട്ടാൽ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബർ നടാം, വെട്ടിയെടുക്കാം, പക്ഷേ റബ്ബർ മരം മുറിക്കാൻ പാടില്ല. റബ്ബർ മരം മുറിക്കാതിരുന്ന റബ്ബർ കൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ് തടിയിൽ നിന്നുള്ള വരുമാനം കൂടെ. അപ്പോൾ അത് 15 മാക്സിമം 20 വർഷം കഴിഞ്ഞാൽ ഇത് തടി മുറിച്ച് മാറ്റിയതിന് ശേഷം റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഈ മുറിക്കുന്ന തടി നമ്മുടെ കൃഷി ചെയ്യുന്നവൻ്റെ ഒരു വരുമാന മാർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അതിൽ നിന്ന് എടുക്കുന്ന റബ്ബർ പാലോ റബ്ബർ ഉൽപ്പന്നങ്ങളോ മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വരുമാനം. അപ്പോൾ നമുക്ക് തടി മുറിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടുത്തെ കാർഷിക മേഖല പ്രധാനപ്പെട്ട കൃഷിയായ അല്ലെങ്കിൽ മുഖ്യ വരുമാനമായ റബ്ബർ കൃഷി അപ്പാടെ നിന്നില്ലേ. പിന്നെ മറ്റ് എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ തെങ്ങ് പിന്നെ ഉണ്ടാകുന്ന തേങ്ങ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ തെങ്ങ് കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ? എത്ര തേങ്ങ ഒരാൾ അരച്ചിരുന്നു? കവുങ്ങ്, അങ്ങനെ നമുക്ക് കുരുമുളക്, ഏലം, എല്ലാ കൃഷികളും ഇതുപോലെ തന്നെയാണ്. അപ്പം കാർഷിക മേഖലയെ ഒറ്റയടിക്ക് എന്തുവാ പറയുന്നത്, ഒരു വരുമാനരഹിതമാക്കി മാറ്റുമ്പോൾ ഇവിടുത്തെ കർഷകൻ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? സ്വാഭാവികമായിട്ട് അവൻ പോയല്ലേ പറ്റത്തുള്ളൂ.
90 വർഷത്തെ പാരമ്പര്യമുള്ളൊരു പ്രദേശമാണിത്. ഇത് പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ്. അപ്പോൾ ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് വനഭൂമിയാക്കി മാറ്റുക എന്നൊരു ദുരുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പിന് ഇത് വിട്ടുകൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ പലപ്പോഴും വനം വകുപ്പ് വനം, റവന്യൂ, കൃഷി ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരേ പാർട്ടിയിലെ ആൾക്കാരാണ് ചെയ്യുന്നത്. ഇപ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഇതിൽ നിശബ്ദരാകുകയാണ്. വനം വകുപ്പ് ഗവൺമെൻറ് വിട്ടുകൊടുത്തിരിക്കുന്നു പറയുന്നുണ്ട്, എന്നാൽ അതിന് വ്യക്തമായ ഉത്തരവൊന്നുമില്ല. റവന്യൂ ഭൂമിയിൽ കയറി ബോർഡ് വയ്ക്കുക, അത് വനമായിട്ട് ചിത്രീകരിക്കുക, ഇതാണ് ഇന്ന് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇത്രയും ജനങ്ങൾ യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കാത്ത രീതിയിൽ ഇവിടുന്ന് കുടിയിറക്കപ്പെടുന്ന, അപ്രഖ്യാപിതമായി കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം, സാമൂഹിക സാഹചര്യം നമുക്കിവിടെ ഉണ്ടാകുന്നതാണ്. 90 വർഷം കൊണ്ട് ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഈ പ്രദേശത്തെ സമ്പത്തും അവരുടെ ഉപജീവന മാർഗവും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ് ഇവരുടെ ഈ നിയമത്തിന് മുന്നിൽ നിൽക്കുന്നവരുടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം. ഗവൺമെൻറ് കുടിയിറക്കുന്നില്ല എന്ന് പലപ്പോഴും പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു അപ്രഖ്യാപിത കുടിയിറക്കാണ്. നമുക്ക് പുതിയ വീട് വെക്കാൻ പറ്റത്തില്ല. അതിനെല്ലാം നമുക്ക് പ്രത്യേക ഒരു അതോറിറ്റി ഉണ്ടാകും, അവരുടെ പെർമിഷൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. വലിയ വലിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വലിയ ഹോസ്പിറ്റൽ പാടില്ല, സ്കൂൾ കെട്ടിടം പാടില്ല, ഓഡിറ്റോറിയം പാടില്ല. ഇതെല്ലാം അല്ലേ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഏതാണ്ട് ഞങ്ങളിവിടെ കുടിയേറിയിട്ട് 90 വർഷത്തോളമായി. ഇപ്പം 5ാമത്തെ തലമുറയാണ്. ഈ ഇത്രയും കാലഘട്ടങ്ങളിലൂടെ ഈ ജനങ്ങൾ പടുത്തുയർത്തിയതാണ് ഇത്രയും വികസനം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അടുത്ത വികസനം തുടർന്നു പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടുന്ന് വികസനം എവിടെ ഉണ്ട് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകേണ്ടി വരത്തില്ലേ. അപ്പോൾ എല്ലാ രംഗങ്ങളിലും ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ കുടി ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് സമ്മർദ്ദം ചെലുത്തി നമ്മൾ പോകാൻ റെഡി ആയിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം വനത്തിന് ബഫർ സോൺ എന്തിനാണ് നമുക്കിപ്പോൾ ഞാൻ ചോദിക്കാം, നമ്മളിപ്പോൾ റോഡിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, എനിക്കിവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ടാക്കണം. എൻ്റെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇറക്കി എൻ്റെ കാർ പാർക്കിങ്ങിന് വേണ്ടി ഇവിടെ കൊണ്ട് ഒരു പാർക്കിംഗ് ഉണ്ടാക്കാൻ അനുവദിക്കുമോ? ഇല്ല. ഇവിടെ വ്യക്തമായ നിയമമുണ്ട്. അതുപോലെ തന്നെ വനം, ഞാൻ പറഞ്ഞില്ലേ 30% വനം ഓൾറെഡി റിസർവ്ഡ് ആണ് ഇവിടെ. അവിടെ ഒരു മനുഷ്യനും അങ്ങോട്ട് കയ്യേറാൻ പോകുന്നില്ല. അപ്പോൾ അവർക്കൊരു ബഫർ സോൺ, നാട്ടിലോട്ട് മൃഗങ്ങൾ ഇറങ്ങി ഉപദ്രവിക്കാതിരിക്കണമെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിലും ഒരു ബഫർ സോൺ വേണമെങ്കിൽ വനത്തിനകത്ത് വെച്ചോട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് അങ്ങോട്ട് മാറി ഒരു വീട് വെച്ചാൽ എനിക്ക് മുറ്റം ഞാനുണ്ടാക്കുന്നത് എൻ്റെ കോമ്പൗണ്ടിനകത്തല്ലേ അല്ലേ? അത് നിയമമല്ലേ. ഞാനിവിടെ 1 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കിയാൽ നിയമപരമായിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടും. പിന്നെ എന്തുകൊണ്ട് ഈ മൃഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് വനത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കണം. ഇത് ദേശീയ ശരാശരിയേക്കാൾ 10%, 10.5% നമ്മുടെ വനം കൂടുതലുണ്ട്. വനം അവിടെ ആയിക്കോട്ടെ, വന്യജീവി അവിടെ ജീവിച്ചോട്ടെ, മനുഷ്യനെ വെറുതെ വിടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ ഇപ്പം നമ്മൾ വന്യമൃഗശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോഴും വനംവകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? പഠിക്കട്ടെ. റവന്യൂ ഭൂമിയിൽ ഈ വനം വകുപ്പ് ചെക്ക് പോസ്റ്റുകളിടും. വനം വകുപ്പിൻ്റെ തന്നെ ഒരു ഉത്തരവും പ്രകാരം നമുക്കറിയാം, 4 മണി 6 മണിക്ക് ശേഷം ഇത്തരം പ്രദേശങ്ങളിൽ ആൾ യാത്ര ചെയ്യാൻ പാടില്ല. 6 മണി വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി യാത്ര പാടില്ല. എന്താണ് വാണിജ്യ താല്പര്യം എന്നവർ പറയുന്നില്ല. ഈ വാണിജ്യ താല്പര്യം അല്ലെ വാണിജ്യ ആവശ്യം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടുന്നത് പോലും വാണിജ്യ ആവശ്യങ്ങളാണ്. വിറക് ഒടിക്കാൻ പാടില്ല, നമുക്ക് തന്നെ വിറക് ഉപയോഗിക്കാം, പക്ഷേ അത് വിൽക്കാൻ സാധ്യമല്ല. മരങ്ങൾ മുറിക്കാൻ പാടില്ല. ഇതെല്ലാം ഫോറസ്റ്റ് നിയന്ത്രണത്തിലേക്ക് റവന്യൂ ഭൂമിയെ മാറ്റുക എന്നുള്ളതാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്പൂരി പഞ്ചായത്തിലെ 4 റോഡുകളിൽ ചെക്ക് പോസ്റ്റ് വരും. ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് മനുഷ്യന് അകത്തേക്ക് കയറാൻ വയ്യ. നമ്മളൊരു പക്ഷേ അറിഞ്ഞാണ് തൊട്ടടുത്ത പ്രദേശമായി ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ആറുകാണി എന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് എന്നുള്ള ഒരു ഭയങ്കരമായൊരു ഗേറ്റ് സ്ഥാപിച്ചു. അവിടെ ജനങ്ങൾ എതിർപ്പുകൊണ്ട് ആ ഗേറ്റ് പിന്നീട് കുറച്ച് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്.
இந்த செக் போஸ்ட் வருவதனால் இப்போ ஒரு வனத்துறை சார்ந்த செக் போஸ்டினால் அடுத்து அவங்க அதுக்கப்புறம் வன பகுதி இருந்தால் அந்த செக் போஸ்ட் அமைவது இயல்பு. ஆனால் அந்த பக்கம் இருக்கிறது ரெவென்யூ, கேரளா ஸ்டேட்டு, தமிழ்நாடு, இதை ரெண்டும் பிரிக்கின்ற ஒரு செக் போஸ்ட்டா இல்லை அது வனத்துறைக்கு அதில் எந்த உடன்பாடும் இல்லை. மற்ற செக் போஸ்ட் வரலாம், அது ஒரு இன்டர்ஸ்டேட் செக் போஸ்ட் வரதில் தவறு கிடையாது. ஆனால் ஒரு வனத்துறை இந்த செக் போஸ்ட் அமைவதனால் இயற்கையாக அந்த மக்கள் திடீர்னு ஒரு ஹாஸ்பிட்டலுக்கு போக வேண்டியிருக்கும், நைட்டு செக் போஸ்ட் மூடி இருக்கும், அவங்கள்ட்ட பெர்மிஷன் கேட்டு எடுத்து ஒரு அந்த சூழ்நிலை ஏற்படும் போது மிகவும் வேதனையான ஒரு விஷயமாக இருக்கிறது. ஆகையால் இந்த பகுதியுள்ள மக்கள் இதில் முற்றிலுமாக எதிர்க்கிறார்கள். இந்திய தேசிய காங்கிரஸுடைய குமரி மேற்கு மாவட்ட காங்கிரஸ் கமிட்டி தலைவர் டாக்டர் பில்லால் சிங் ஆகிய நானும், சட்டமன்ற உறுப்பினர், பாராளுமன்ற உறுப்பினர்கள் அனைவரும் நாங்கள் இதை எதிர்ப்பதில் உறுதியாக இருக்கிறோம். ஆகையால் இந்த செக் போஸ்ட் அமைவதில் நம்ம எந்த உடன்பாடு இல்லை. ஆகையால் நம்முடைய தமிழக அரசு அந்த செக் போஸ்ட்டை அகற்ற வேண்டும் என்று கேட்டுக்கொள்கிறோம். மேலும் இந்த பகுதியில் உள்ள தண்ணி வடிகால், இந்த நீங்கள் பார்க்கின்ற இந்த அலுவலகத்து கட்டடம் அதோட சேர்ந்து அந்த ஃபவுண்டேஷன் பண்ணி அதை பிளாக் பண்ணி வச்சிருக்காங்க. இந்த ட்ரைனேஜை ஆக்கிரமித்து தான் இந்த கட்டடத்தை கட்டியிருக்கிறார்கள். ஆகையால் இந்த பகுதியில் உள்ள மக்களுடைய தண்ணி வடிகால் தண்ணி வடிஞ்சு போவதற்கும் அது இடைஞ்சலாக இருக்கிறது. அதையும் உடனடியாக நிவர்த்தி செய்து இதை உடைத்து அந்த வாய்க்காலை சரித்தருப்ப வர வேண்டும் என்று நம்முடைய PWD டிபார்ட்மெண்ட்டையும் கேட்டுக்கொள்கிறேன். വനം വകുപ്പ് പുതിയ നിയമങ്ങൾ വഴി ബഫർ സോൺ, ESA, ESZ തുടങ്ങിയ നിയമങ്ങൾ വഴി റവന്യൂ ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അവിടുന്ന് അപ്രഖ്യാപിതമായ ഒരു കുടിയിറക്കിന് വേണ്ടി കളമൊരുക്കുന്നൊരു നയം സ്വീകരിക്കുകയാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം അത് ബാധകമാകുന്നൊരവസ്ഥ നമുക്കിവിടെ സംജാതമായിരിക്കുകയാണ്. ഇവിടെ അടുത്ത കാലത്ത് ഈ ആറുകാണി, അമ്പൂരി സ്ഥലങ്ങൾ അങ്ങേയറ്റം പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന്, ബിസിനസ് നടത്തുന്നതിന്, ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നടത്തുന്ന അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ. അവരെ വേർതിരിച്ചുകൊണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ്, ഈ റവന്യൂ ഭൂമിയിൽ വനം വകുപ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഇട്ടു. അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇവിടെ തന്നെ താമസമാക്കിയിരിക്കുന്ന ജോസ് ചേട്ടനും സുന്ദരേശൻ ചേട്ടനൊക്കെ അതിനെക്കുറിച്ച് നിങ്ങളോട് കൃത്യമായിട്ട് സംസാരിക്കും. ഇതൊരു റവന്യൂ ഭൂമി ആയിട്ട് പോലും ഇതിനെ ഒരു വനം വകുപ്പ് കയ്യേറി ജനങ്ങളുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ, ഒരു കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ തന്നെ അപ്പുറവും ഇപ്പുറവും, അതായത് ഒരു മകളെ കാണാൻ ഇവിടെയുള്ള ആളിന് മക്കളെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ, അടുത്ത പ്രദേശത്തോട്ട് പോകണമെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറമായിട്ട് കടന്നു പോകണമെങ്കിൽ പോയിട്ടും സാധിക്കാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ കോവിഡ് കാലത്ത് തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിച്ചവരാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ചവരാണ്. ഇനി അടുത്തൊരു ചെക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ആൾക്കാർ അതുകൊണ്ട് വളരെ ഉത്കണ്ഠയിലാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു വലിയ തോട് ഒഴുകുന്നുണ്ട്. ഈ തോടിൻ്റെ പുറമ്പോക്ക് മുഴുവൻ കെട്ടി അടച്ച് ഫോറസ്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അതും അവർ തോടിനെ കയ്യേറിയാണ് എടുത്തിരിക്കുന്നത്. മഴവെള്ളം വരുന്ന കാലത്ത്, വലിയ വെള്ളമൊക്കെ വരുന്ന കാലത്ത് ഇവിടെ കൂടെ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഗേറ്റ് ഇത് ഇവിടെ കിടപ്പുണ്ട്. ആ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു പോളൊന്നും അല്ല. നമ്മൾ വലിയ കൊട്ടാരങ്ങൾക്ക് ഇടുന്നത് പോലത്തെ വളരെ ഭീമാകാരമായ ഒരു ഗേറ്റ് കൊണ്ടുവന്ന് 8 മീറ്റർ വീതിക്ക് റോഡ് അടച്ച് കെട്ടുകയാണ് അവർ. അത് ഈ ജനങ്ങൾ തടഞ്ഞു. അങ്ങനെ ഇപ്പോൾ പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അത് കളക്ടർ അവിടെ പോയിട്ടുണ്ട്, കളക്ടറേറ്റ് വരെ പോയിട്ടുണ്ട്. ഗവൺമെൻറ് വരെ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് കാരണവശാലും ഈ ഗേറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങളെ അനുവദിക്കില്ല. ഇനി എന്തെല്ലാം നടന്നാലും, വെടിവെപ്പുണ്ടായാലും ഞങ്ങൾ അനുവദിക്കുന്ന ഒരു പ്രശ്നമില്ല. കാര്യം ഇത് പാകിസ്ഥാനും ഇന്ത്യയൊന്നുമല്ല. ഇത് ആറുകാണിയും അമ്പൂരി എന്ന് പറയുന്നത് അപ്പുറം ഇപ്പുറം ഒന്നുപോലെ കഴിഞ്ഞു പോകുന്ന 10-70 വർഷമായിട്ട് കുടിയേറിയ ഒരു പ്രദേശമാണിത്. ഞങ്ങളുടെയൊക്കെ പട്ടയഭൂമികളാണ്. ഈ പട്ടയഭൂമി ഇട്ടെറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോകും. ഇവിടെ ഈ പുറവശത്ത് കാണുന്ന തന്നെ പുലി സങ്കേതം, അതാണ് ഈ പുറവശത്ത് കാണുന്നത്. എന്നിട്ട് കേരളത്തിൽ മൃഗങ്ങളുടെ ബഫർ സോൺ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പുലി സങ്കേതം ഏർപ്പെടുത്തിയിരിക്കുകയാണ്, പുലികളെ ഇറക്കി മേയ്ക്കാനായിട്ട്. അപ്പോൾ ജനങ്ങൾ ഇവിടെ പോകണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ജനങ്ങൾക്കിപ്പം ഒരു നായുടെ, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരു വിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ പല്ലും നഖവും കൊടുത്ത് എതിർക്കും, രൂക്ഷമായി എതിർക്കും. എന്ത് വന്നാലും ഇവിടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല.
ഇപ്പോൾ ബഫർ സോണിനെ കുറിച്ച് എത്ര കമ്മിറ്റികളുണ്ടായി എന്ന് ഓർത്ത് നോക്കി. ആദ്യം ഈ ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു. അതിലെന്തൊക്കെ അപാകതകളുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അതിന് ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നു. അതിനുശേഷമാണ് ബഫർ സോൺ. ഈ ബഫർ സോൺ വന്ന് ഈ വിഷയമായി കഴിഞ്ഞപ്പോഴത്തേന് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയോട് ഉണ്ടാക്കിയില്ലേ. എന്നിട്ട് അവരെന്തെങ്കിലും പഠിച്ചോ? അപ്പോൾ സുപ്രീം കോടതി ആ അവസരം തന്നിട്ട് 22 ജൂണിലാണ് സുപ്രീം കോടതി പറഞ്ഞത് 6 മാസത്തിനകത്ത് ഇതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റിയോ? അത് ആ ഏരിയൽ സർവേ നടത്തിയതിൽ അപാകതയുണ്ടെന്നും യഥാർത്ഥത്തിൽ ഇവിടെ ജനവാസത്തെക്കുറിച്ചും നിർമ്മിതികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഗവൺമെൻറ് കാശ് മുടക്കി ഇങ്ങനൊരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിൽ ഒരു 5 അംഗ സമിതിയെ, അതെന്തിനായിരുന്നു? ഓരോ സ്ഥലത്തും പോയി ബഫർ സോൺ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയി നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് അതുകൊണ്ട് വൈഷമ്യം ഉണ്ടാകുന്നുണ്ടോ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. പക്ഷേ ആ കമ്മിറ്റി എന്ത് ചെയ്തു? ഒരിടത്തും പോയില്ല. അവരും ആദ്യത്തെ ഏരിയൽ സർവേ തന്നെ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. അവരുടെ റിപ്പോർട്ടിനകത്ത് വന്നത് കേവലം 41,000 നിർമ്മിതികൾക്കുള്ളിലാണ്. രണ്ടാമത് ഗവൺമെൻറ്റും നാട്ടുകാരും കൂടെ ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തമായ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1,00,000-അടുത്തു ഈ നിർമ്മിതികൾ. അപ്പം രണ്ടാമത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല, ഒരു സർവേയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കരം കൊടുക്കുന്നത് പഞ്ചായത്തിലാണ്. അവിടെ ഒരു കടമുറി ഉണ്ടായാൽ അത് രേഖാമൂലം നമ്മൾ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഏജൻസിയായ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കരമടയ്ക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അറിയാവുന്നതേ ഉള്ളൂ ഈ മേഖലയിൽ എത്രത്തോളം വീടുകളുണ്ട്, ആശുപത്രികളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, റോഡുകളുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ എത്രത്തോളം കാർഷിക മേഖലയുണ്ട്, തരിശുഭൂമിയുണ്ട്, പാറക്കെട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അതത് വില്ലേജ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ പോരെ. അവിടെ എല്ലാം സ്കെച്ചും പ്ലാനും ഇൻഡിവിജ്വൽ സ്കെച്ചും പ്ലാനും സഹിതം വളരെ വ്യക്തമായിട്ട് രേഖകളില്ലേ. പിന്നെ ഇതെല്ലാം കാണിക്കുന്ന പ്രഹസനമല്ലേ. അപ്പോൾ സുപ്രീം കോടതി ഒരു അവസരം തന്നു. അവർക്ക് സുപ്രീം കോടതിക്ക് ബോധ്യമായി എന്തുവാ ഈ സർവേകളിലും ഈ റിപ്പോർട്ടുകളിലും അപാകതകളുണ്ട്, അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് വാക്കാൽ പരാമർശിച്ചത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സമയം കൊടുത്തു, നിങ്ങളിത് പഠിച്ച് വ്യക്തമായിട്ട് റിപ്പോർട്ട് തരാൻ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനോ ഈ കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള ഒരു ഡേറ്റ പോലും എടുത്ത് സുപ്രീം കോടതിക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാം കൂടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകനെ നിർബന്ധിതമായി ഇവിടുന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് 2002 മുതൽ തുടങ്ങിയ പ്രശ്നമാണത്. ആഗോളതലത്തിൽ കാർബൺ ഫണ്ടിങ്, അതായത് കാർബൺ എമിഷനെ തടയുന്നതിന് വേണ്ടി UN-ൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലോക പൈതൃക സ്ഥാനം ഈ പശ്ചിമഘട്ടത്തിന് ലഭിച്ചു. ആദ്യം ലഭിച്ചില്ല, പിന്നീട് ചോദിച്ച് വാങ്ങി, കുറേ നിബന്ധനകൾ അങ്ങോട്ട് സമ്മതിച്ച് നമ്മൾ വാങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള എല്ലാ മുറിഞ്ഞുള്ള, അതായത് ഏറ്റവും ആദ്യത്തെ വനം നെയ്യാർ പേപ്പാറ, അതിനുശേഷം കുറേ അധികം കിലോമീറ്റർ വനമില്ല, പിന്നെ വരുന്നത് ചെന്തുരുണി. ഇങ്ങനെ ഈ പശ്ചിമഘട്ടം മൊത്തമുള്ള വനങ്ങളെ ഒറ്റ വനമാക്കുക എന്നൊരു ഉദ്ദേശം സർക്കാരുകൾക്കുണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ അവരെല്ലാം അതിന് ചുക്കാൻ പിടിച്ചു. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ കാർബണിൻ്റെ പേരിൽ കാർബൺ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക കൈപ്പറ്റുന്ന രാഷ്ട്രീയ നേതാക്കളും സന്നദ്ധ സംഘടനകളും ജനത്തിനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളൊരു നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ വ്യാപ്തി 10 കിലോമീറ്റർ എന്നൊരു നിർദ്ദേശം വന്നെങ്കിലും അത് പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ 0 കിലോമീറ്റർ എന്നൊരു ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അങ്ങനെ 2-3 വർഷങ്ങൾക്ക് ശേഷം 2019 കെ രാജു ഇതിൻ്റെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് 1 കിലോമീറ്റർ എന്നൊരു നിയമം തന്നെ ഒരു മന്ത്രിസഭ 2019 മന്ത്രിസഭാ തീരുമാനമെടുത്ത് അത് CEC സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്കും സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. ആ നിയമം ഇന്നും മാറ്റാൻ ഇവർ തയ്യാറായിട്ടില്ല. അങ്ങനെ നിയമങ്ങൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് കോടതിയിലും CECയിലും പോകുമ്പോൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു വാദം പറയാൻ പറ്റുള്ളൂ. അപ്പം സുപ്രീം കോടതി പോലും ധരിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളെല്ലാം മൈനിങ്, അതായത് ഖനനത്തിന് മേഖലയാണെന്നാണ്. അപ്പോൾ ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് ഫിസിക്കലായിട്ട് ഓരോ സ്ഥലവും സന്ദർശിച്ച് ജനവാസ മേഖലകളെ ഇത്തരം പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് CECയുടെയും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. പക്ഷേ അത് വനം വകുപ്പോ റവന്യൂ വകുപ്പോ അതിന് തയ്യാറായിട്ടില്ല. അത് തയ്യാറാകാതെ
ഉള്ള ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അന്നൊരു ജൈവ വൈവിധ്യ ബോർഡുണ്ട്, അതിൻ്റെ ചെയർമാനായിരുന്ന ഉമ്മൻ സാർ, ഇവർ രണ്ടും കൂടെ യോജിച്ച് നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാവുകയും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ ഇടതുപക്ഷം അന്ന് ജനങ്ങളുടെ കൂടെ നിന്ന് സമരം നയിച്ചവരാണ്. നിങ്ങൾക്കറിയാം, കൊട്ടിയൂരും അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായ ബഹളം, പിന്നെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു, ഒരുപാട് സർക്കാർ വാഹനങ്ങൾ നശിപ്പിച്ചു, എല്ലാം ചെയ്തു. അന്ന് അതിൻ്റെ കൂടെ ഏറ്റവും മുൻപിൽ നിന്നതും മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. കാരണം അന്ന് അവർ പ്രതിപക്ഷത്താണ്. ഇപ്പോൾ അവർ ഭരണ ഇതിൽ വന്നപ്പം അവർക്ക് വേണമെങ്കിലും ഇതുപോലെ ഐക്യകണ്ഠേന നിയമസഭയിൽ ഒരു തീരുമാനമെടുക്കാം, ക്യാബിനറ്റ് തീരുമാനമെടുക്കാം. ഇത് വേണ്ട, കേരളത്തെ സംബന്ധിച്ച് വനം നമുക്ക് ആവശ്യത്തിനുണ്ട്, അത് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും, ജനം വനവും രണ്ടാണ് എന്നൊരു തീരുമാനം ഐക്യകണ്ഠേന നിയമസഭയിൽ എടുത്തൂടെ? അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ കൊടുക്കാമായിരുന്നല്ലോ. എത്രയോ സമയം കൊടുത്തു ഇവർക്ക്. ഇപ്പോൾ ഇവരും 2019 റോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. 1 കിലോമീറ്റർ 0 to 1 കിലോമീറ്റർ ആകാം എന്ന് പറഞ്ഞ് ഓൾറെഡി ക്യാബിനറ്റ് ഡിസിഷൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ ഈ പ്രശ്നം വന്നപ്പോൾ, ഈ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഈ പ്രശ്നം വന്നപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു തോന്നൽ സാധാരണകൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ സർവ്വ ആൾക്കാരും, സർവ്വ കക്ഷിയിൽപ്പെട്ടവരും, ഒരു ജനസമൂഹം മൊത്തം പ്രക്ഷോഭമായിട്ട് രംഗത്തിറങ്ങി. പ്രത്യേകിച്ച് അമ്പൂരി, കോഴിക്കോട്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആൾക്കാർ ഭയങ്കരമായിട്ട് സമരത്തിനിറങ്ങി. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിനും ഈ സമൂഹം എതിരല്ല. നമുക്കെല്ലാവർക്കും ഓരോ രാഷ്ട്രീയം കാണും. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭൂമിയും നമ്മുടെ നിലനിൽപ്പില്ലാതെ നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ആദ്യം മനുഷ്യനായിട്ട് തന്നെ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ. അപ്പം കർഷകൻ്റെ ആവശ്യങ്ങളിൽ ഗുണപരമായ ഇടപെടലുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് കിഫ പോലുള്ള കർഷക പ്രസ്ഥാനം രംഗത്ത് വന്നത്. സാധാരണ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കിഫ, കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ, ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ആരംഭിച്ചിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും ഈ പ്രശ്നം കേരള സമൂഹത്തെ വ്യക്തമായിട്ട് ബോധിപ്പിച്ചത് ഈ കിഫ എന്ന പ്രസ്ഥാനമാണ്. അത് കേരളത്തിലുടനീളം അവർ ക്ലാസ്സുകൾ കൊടുത്തും പഠിപ്പിച്ചും നിയമങ്ങൾ പഠിപ്പിച്ചും നിയമ പോരാട്ടം നടത്തിയുമാണ് ചെയ്യുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ബഫർ സോൺ വിഷയം കൈകാര്യം ചെയ്ത കേരള സർക്കാരും കിഫയുമാണ് കക്ഷികൾ നയിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയും ഇത്രയും ജനങ്ങളെ ബാധിക്കുന്നുവെന്ന് സുപ്രീം കോടതിയെ ആദ്യമായി ബോധ്യപ്പെടുത്തിയതും കേരള സർക്കാരല്ല, മറിച്ച് ഇത് കിഫ എന്ന സ്വതന്ത്ര സംഘടനയാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഗവൺമെൻറ്, ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഗവൺമെൻറ് അല്ല, ഈവൻ സുപ്രീം കോടതി പറഞ്ഞാൽ പോലും പഴയ കർഷകരൊന്നുമല്ല. ഞങ്ങളിന്ന് വളരെ സംഘടിച്ചു കഴിഞ്ഞു. അതിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് കിഫയാണ്. ഇവിടെ പാടില്ല, ബഫർ സോണിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയാൻ ഈ നിമിഷം വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തൻ്റെ ഇടം കാണിച്ചിട്ടില്ല. അതിൻ്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ പിന്നിൽ കാർബൺ ഫണ്ടാണ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തു. ഇത് ഇപ്പോൾ ഏതാണ്ട് താഴെത്തട്ടിലുള്ളവർക്ക് വരെ അതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ട് എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം പ്രാദേശികമായിട്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രകടനമോ, ഒരു പൊതുയോഗമോ, ഒരു പ്രതിഷേധമോ, ഒരു നിവേദനമോ കൊടുക്കാൻ വരുമ്പോഴുന്നില്ല. അപ്പോൾ അത് മുകൾ തട്ടുകളിൽ നിന്ന് അതിനുള്ള നിർദ്ദേശങ്ങളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വേറെ എന്തെല്ലാം കാര്യങ്ങളും, ഒരു ആന വനത്തിൽ ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എല്ലാവരും ഉണ്ടല്ലോ. രാഷ്ട്രീയക്കാരുണ്ട്, സംഘടനകളുണ്ട്, കലാകാരന്മാരുണ്ട്, സിനിമാക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ലക്ഷക്കണക്കിന്, ഇത് 35 ലക്ഷം ജനങ്ങളെയാണ് കേരളത്തിൽ ബഫർ സോൺ അഫക്റ്റ് ചെയ്യുന്നത്. ഇത്രയും ജനങ്ങളെ അതിജീവനത്തിൻ്റെ വിഷയമായിട്ട് പോലും ആരാണ് അങ്ങനെ സംഘടിതമായിട്ട് മുൻപോട്ട് വരും? പ്രഹസനം ആയിട്ട് ആക്ഷൻ കൗൺസിലുകളും അതും ഇതൊക്കെ പല സ്ഥലങ്ങളിലും കൂടി നടന്നു എന്നല്ലാതെ ഇതിനുവേണ്ടി ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയുള്ള ഒരു സാമൂഹിക സംഘടനകളും ഇതുവരെ രംഗത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കിഫയുടെ നേതൃത്വത്തിൽ, അവസാനമായിട്ട് പറയാനുള്ളതാണ്, കിഫയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. കിഫ ഒരേ ഒരു ഏജൻസി, കേരള സർക്കാരിനോടൊപ്പം കേന്ദ്രത്തിൽ സുപ്രീം കോടതിയിൽ കേസിൽ പങ്കുചേർന്ന ഒരേ ഒരു ഏജൻസി എന്ന് പറയുന്നത് കിഫ മാത്രമാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്, 2 കേസ് കൊടുത്തിട്ടുണ്ട്.
അപ്പം എല്ലാം ശാസ്ത്രീയമായി പഠിക്കുകയും നിയമത്തിലൂടെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഫ. അപ്പോൾ ആ കിഫയുടെ മുന്നിൽ പഴയതുപോലെയല്ല, ഇപ്പം കേവലം 2 വർഷമുള്ള ആ സംഘടനയുടെ രൂപം കൊണ്ടിട്ട് ഇപ്പോൾ 10,000 ആ സംഘടനയ്ക്ക് മുന്നിലായി കഴിഞ്ഞു. കർഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ രാഷ്ട്രീയ കൊടികളെ അപ്പുറത്ത് കടന്ന് കർഷകർ ഒന്നിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ സുപ്രീം കോടതിയാണെങ്കിൽ സുപ്രീം കോടതിയിൽ എവിടെ ചെന്നാലും ഞങ്ങൾ അതിനെ നേരിടാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. അതനുസരിച്ചുള്ള ഒരു പോക്കിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.